അന്ന് ചിന്തിച്ചത് മുഴുവൻ ശിവേട്ടനെക്കുറിച്ചായിരുന്നു. അപൂർവമായി മാത്രമേ ശിവേട്ടനെ മുന്നിൽ കാണാറുള്ളൂ. എങ്കിലും ഇത്രയും കാലത്തിനിടയിൽ ഒരു മിന്നായം പോലെയെങ്കിലും കണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. രാവിലെ രേവുവിൻ്റെ ഫോൺ കോളാണ് ഉണർത്തിയത്. കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പോകുമ്പോൾ അവളുടെ വീട്ടിൽ വന്ന് അവളെ കൂടി പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തോ മനസ്സിലാകെ ഒരു സന്തോഷം നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. കോളേജിലേക്ക് പോകാൻ റെഡിയായി ചെല്ലുമ്പോഴും ഞാൻ അറിയാതെ ഒരു പുഞ്ചിരി എൻ്റെ ചുണ്ടിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാടി ചിരിക്കുന്നേ? അമ്മ ചോദിച്ചപ്പോഴാണ് ഞാൻ ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് പറയണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് നീ ആ യോഗക്കാരൻ്റെ കാര്യം ഇതുവരെ മറന്നില്ലേ എന്ന് വിഷ്ണുവേട്ടൻ ചോദിച്ചത്. അങ്ങനെ അതിൽ പിടിച്ച് തടി തപ്പി. കോളേജിലേക്കുള്ള യാത്രയിലുടനീളം എൻ്റെ കണ്ണുകൾ റോഡിൽ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. രേവുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൾക്കും സംശയം എനിക്കെന്താണ് ഇത്ര സന്തോഷമെന്ന്. നീ ഈ തോട്ടി കണ്ടിട്ടുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. തോട്ടിയോ? എന്താ അത്? ഈ ആനകളെയൊക്കെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതേ, ഞാൻ പറഞ്ഞു. അതെന്തിനാ നിനക്ക്? നീ എന്താ ആനയെ വാങ്ങുന്നുണ്ടോ? രേവു അന്തം വിട്ട് ചോദിച്ചു. ഞാനൊരു ആനയെ വാങ്ങാൻ തീരുമാനിച്ചു, ഞാൻ ചിരിയോടെ പറഞ്ഞു. കോളേജിലെത്തിയിട്ടും ചിന്ത മുഴുവൻ ശിവേട്ടനെക്കുറിച്ച് തന്നെയായിരുന്നു. ക്ലാസ്സിൽ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സ് ഒറ്റയാൻ്റെ പിറകെയായിരുന്നു. രേവു ഇന്ദുവുമൊക്കെ പലതവണ കുലുക്കി വിളിച്ചാണ് ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ. പാവങ്ങൾ. ഒടുവിൽ പെണ്ണുകാണലിൻ്റെ ഷോക്കിൽ എനിക്ക് വട്ടായി എന്ന നിഗമനത്തിൽ വരെ എത്തി. കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്കൂട്ടി രേവുവിനോട് ഓടിക്കാൻ പറഞ്ഞു. അവൾ അതിശയത്തോടെ എന്നെ നോക്കി. കുറ്റം പറയാനൊക്കില്ല, എൻ്റെ സ്കൂട്ടി ഭ്രാന്ത് അവൾക്ക് അറിയാവുന്നതാണ്. അവളുടെ സ്കൂട്ടി പോലും ഞാനാ ഓടിച്ചിരുന്നത്. ആ ഞാനാണ് ഇപ്പോൾ അവൾക്ക് അവസരം കൊടുത്തിരിക്കുന്നത്. ആരായാലും അതിശയപ്പെട്ടു പോകും. ഉദ്ദേശം വേറൊന്നുമായിരുന്നില്ല. സ്കൂട്ടി ഓടിച്ചാൽ പിന്നെ റോഡിലുള്ളവരെ എല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല. പിറകിലിരിക്കുന്നവർക്ക് ആ പ്രശ്നമില്ലല്ലോ. പക്ഷെ നിരാശയായിരുന്നു ഫലം. ശിവേട്ടനെ കണ്ടില്ല. അന്നെന്നല്ല, പിന്നെ ഒരു 2 ദിവസം ചത്തു കിടന്നു നോക്കിയിട്ട് പുള്ളിയുടെ പൊടി പോലും കണ്ടില്ല. ഇനി ഇങ്ങേര് നാട് വിട്ടു പോയി കാണുമോ എന്ന് പോലും ചിന്തിച്ചു. അറ്റക്കൈക്ക് അപ്പച്ചിയുടെ വീട്ടിലേക്ക് കയറി ചെന്നാലോ എന്ന് ആലോചിച്ചതാ. വെറുതെ അങ്ങേരുടെ കൈക്ക് പണിയുണ്ടാക്കേണ്ട എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. വലിയ പ്രതീക്ഷയില്ലാതെയാണ് ആ ദിവസം കോളേജിലേക്ക് പുറപ്പെട്ടത്. രേവുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പുള്ളിക്കാരി ഒരുങ്ങി തീർന്നില്ല. അതുകൊണ്ട് കുറച്ചു നേരം ജാനകി ആൻറ്റിയോട് കത്തിവെച്ചു. യാത്ര പറഞ്ഞ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് രേവുവാണ്. പെട്ടെന്ന് തന്നെ അവൾ അകത്ത് കയറി വന്നു. ഓ തൊലഞ്ഞു, ഇന്നത്തെ ദിവസം പോയി. എന്താടി, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. നല്ല ബെസ്റ്റ് കാണി, ഇന്നത്തെ കാര്യം പോക്കായി. എന്തായാലും നീ കണ്ടില്ലല്ലോ, അത് ഭാഗ്യം, അവൾ നിരാശയോടെ പറഞ്ഞു. നീ കാര്യം പറ രേവു. എടി, ആ ഒറ്റയാൻ ശിവേട്ടൻ ദേ ഓട്ടോയുമായി അവിടെ ആരോടോ സംസാരിച്ച് നിൽക്കുന്നു. ഞാൻ ഇറങ്ങിയതോ അവനെയാ കണ്ടത്. ആര്, ശിവേട്ടനോ? ഞാൻ അതിശയത്തോടെ ചോദിച്ചു. ഹോ, എന്താ പറയുക. അവളെ പൊക്കിയെടുത്ത് ആനന്ദ നൃത്തം ചവിട്ടാൻ തോന്നി. ഞാൻ ഓടി റോഡിലേക്ക് ഇറങ്ങി. ശിവേട്ടൻ ഓട്ടോയിൽ ചാരി ആരോടോ കത്തി വെക്കുന്നു. കാക്കി ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ശിവേട്ടൻ ഓട്ടോ ഓടിക്കുമോ? ഞാൻ രേവുവിനോട് ചോദിച്ചു. ആ, ചിലപ്പോഴൊക്കെ അയാൾ ഇതുവഴി ഓട്ടോ ഓടിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. രേവു വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവളുടെ കൈ പിടിച്ച് ദൂരേക്ക് മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു. എൻ്റെ പൊന്ന് രേവു അല്ലേ, ഒരു ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. എന്ത്? അത് പിന്നെ നമുക്കിന്ന് ഓട്ടോയിൽ കോളേജിൽ പോകാം. എന്തിന്? നിനക്ക് സ്കൂട്ടി ഉണ്ടല്ലോ. നിനക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓടിക്കാം. ഓ, അത് വേണ്ട, നമുക്കിന്ന് ഓട്ടോയിൽ പോകാം പ്ലീസ്. രേവു കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ശരി, എന്നാൽ ഞാൻ ആ രാഘവൻ ചേട്ടൻ്റെ ഓട്ടോ വിളിക്കാം. അതും പറഞ്ഞ് അവൾ ഫോൺ എടുത്തു. ഞാൻ പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങി. നീ എന്തിനാ രാഘവനെയൊക്കെ വിളിക്കാൻ പോണേ? ഇവിടെ ഓട്ടോ ഉണ്ടല്ലോ. എവിടെ? രേവു സംശയത്തോടെ നോക്കി. അത് പിന്നെ ആ ഒറ്റയാൻ്റെ. ഞാൻ പാതിയിൽ നിർത്തി. നിനക്കെന്താ പെണ്ണേ, എന്താ ഉദ്ദേശം? ദുരുദ്ദേശം, ഞാൻ ചിരിയോടെ പറഞ്ഞു. എന്ത് ദുരുദ്ദേശം? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ നീ ആ ഓട്ടോ ഒന്ന് വിളിക്ക് പ്ലീസ്. നിനക്കെന്താ വിളിച്ചാൽ? ബെസ്റ്റ്, എന്നെ കണ്ടാൽ ആ ഓട്ടോ നിർത്തില്ല മോളെ പ്ലീസ്. മനസ്സില്ലാ മനസ്സോടെ രേവു റോഡിലേക്ക് ഇറങ്ങി ഓട്ടോ വിളിച്ചു. ഓട്ടോ വന്ന് നിന്നതും രേവുവിനോടൊപ്പം ഞാനും കയറി. ഒറ്റയാനെ ഞാനൊന്ന് പാളി നോക്കി. ദേഷ്യം കൊണ്ട് മുഖമൊക്കെ ചുമന്നിരിക്കുന്നു. സാമാന്യം നല്ല സ്പീഡിലാണ് ഓട്ടോ പോയത്. ഞാൻ കണ്ണാടിയിലൂടെ ശിവേട്ടനെ നോക്കി. എവിടെ? യാതൊരു മൈൻഡുമില്ല. കോളേജിലെത്തിയതും ഞാൻ ചാടി കയറി കാശ് കൊടുത്തു. മുഖത്ത് പോലും നോക്കാതെ അതും വാങ്ങിപ്പോയി. രേവു എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. എന്താ ഇതൊക്കെ? നീ ഇതെന്ത് ഭാവിച്ചാണ്? ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. രാവിലെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മോർണിംഗ് സെക്ഷൻ ഫുൾ പ്രേംകുമാർ സാറാണെന്ന്. ആനന്ദലബ്ധിനിക്കിനി എന്തു വേണം?
മനസമാധാനമായിട്ട് അവിടെ ഇരുന്ന് ഒറ്റയാനെ സ്വപ്നം കണ്ടു. ശിവേട്ടനെ ഒന്നുകൂടി കാണണമെന്ന് തോന്നി. ഉച്ചയായപ്പോൾ ഇരിപ്പുറച്ചില്ല. രേവുവിൻ്റെയും ബാക്കിയുള്ളവരുടെയും വാക്ക് കേൾക്കാതെ ഞാനങ്ങിറങ്ങി. ഒരു ഓട്ടോ പിടിച്ച് രേവുവിൻ്റെ വീട്ടിൽ ചെന്ന് സ്കൂട്ടി എടുത്തു. ജാനകി ആൻറ്റിയോട് വീട്ടിൽ വിരുന്നുകാർ വരുന്നെന്ന് കള്ളം പറഞ്ഞിറങ്ങി. വളരെ സാവധാനമാണ് വണ്ടി ഓടിച്ചത്. കടന്നു പോകുന്ന ഓരോരുത്തരിലും ഞാൻ ശിവേട്ടനെ തിരഞ്ഞു. ജംഗ്ഷനിലെത്തിയപ്പോൾ കണ്ടു ഒരാൾക്കൂട്ടം. ആരോ ബഹളം വയ്ക്കുന്നു. ആളെ തിരിച്ചറിയാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ശിവേട്ടൻ. വണ്ടി സൈഡിലൊതുക്കി ഞാൻ അങ്ങോട്ട് ചെന്നു. കോളേജിനടുത്തുള്ള ജംഗ്ഷൻ ആയതുകൊണ്ട് പരിചയക്കാർ ഉണ്ടാവില്ല എന്നൊരു ധൈര്യമുണ്ടായിരുന്നു. ചെന്നപ്പോൾ ബൈക്കിൽ വന്ന 2 പിള്ളേരും ശിവേട്ടനുമായിട്ടാണ് തർക്കം. ഞാൻ ചെല്ലുമ്പോൾ ശിവേട്ടൻ അവന്മാരെ ചവിട്ടി അവന്മാർ ബൈക്ക് ഉൾപ്പെടെ തറയിൽ വീണ് കിടക്കുന്നു. എന്തൊക്കെയോ അസഭ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പിള്ളേരും മോശമല്ല. ചാടി എണീറ്റ് കൊമ്പ് കോർക്കാൻ റെഡിയായി നിൽക്കുന്നു. ഒരുത്തനൊരു നീളമുള്ള ഇരുമ്പ് കമ്പി കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആൾക്കൂട്ടം കാഴ്ചക്കാരായി നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ചാടിയിടയിൽ വീണു. എന്താ അനിയ പ്രശ്നം? പെങ്ങളുടെ ആരെങ്കിലും ആണോ ഇയാൾ? ഒരുത്തൻ ചോദിച്ചു. ഞാൻ മൂളി. എൻ്റെ പൊന്നു പെങ്ങളെ, ഇതിനെയൊക്കെ കുടുംബത്ത് കെട്ടിയിട്ടിരുന്നാൽ പോരെ? എന്തിനാ അഴിച്ചുവിട്ട് നാട്ടുകാരുടെ കൈക്ക് പണിയുണ്ടാക്കുന്നേ? അത് കേട്ടതും എന്ത് പറഞ്ഞടാ എന്നും പറഞ്ഞ് ശിവേട്ടൻ കുതിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ചാടിക്കയറി ശിവേട്ടൻ്റെ കയ്യിൽ പിടിച്ചു. ഷോ ഏട്ട എന്തായി കാണിക്കണേ? ശിവേട്ടൻ ഞെട്ടി എന്നെ നോക്കി. അതൊരു ഒന്നൊന്നര ഞെട്ടലായിരുന്നു. ആ അവസരം ഞാൻ മുതലാക്കി. അവന്മാർക്ക് കുറച്ച് പൈസ വെച്ച് നീട്ടി. അതും വാങ്ങി നന്ദി പെങ്ങളെ എന്ന് പറഞ്ഞ് അവന്മാർ പോയി. തല്ലൊഴിവായതറിഞ്ഞതോടെ നാട്ടുകാരും അവരുടെ വഴിക്ക് പോയി. ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. ഒറ്റയാനെ ഒന്ന് നോക്കി. ആള് ഭസ്മാസുരന് പഠിക്കുക. ഇനി നിന്നാൽ എൻ്റെ ചിതാഭസ്മം ആചാരബഹുമതികളോടെ വീടിനടുത്തുള്ള ഏതെങ്കിലും തോട്ടിൽ ഒഴിക്കേണ്ടി വരും എന്ന് തോന്നിയതുകൊണ്ട് സ്കൂട്ടിയിൽ കയറി വിട്ടു. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മ അതിശയത്തോടെ ചോദിച്ചു, ഇന്നും ക്ലാസ് ഇല്ലേ? തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ റൂമിലേക്ക് പോയി. നിനക്കിപ്പോൾ 2 ദിവസമായി ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഡോക്ടറെ കാണണോ? അമ്മ വിളിച്ചു ചോദിച്ചു. ഞാൻ മറുപടി കൊടുത്തില്ല. കട്ടിലിൽ വെറുതെ കണ്ണടച്ച് കിടന്നു. എൻ്റെ കുട്ടി ചിരിക്കാൻ മറന്നു. വീറും വാശിയും ബഹളവും മാത്രമായി. അപ്പച്ചിയുടെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അന്നത്തെ സംഭവങ്ങളെല്ലാം ഒരു സിനിമ എന്ന പോലെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. ശിവേട്ടൻ്റെ കയ്യിൽ പിടിച്ചത് ഓർത്തപ്പോൾ അറിയാതെ ചിരി വന്നു. ഒപ്പം എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നോർത്തപ്പോൾ അതിശയവും. പ്രേമം മൂത്താൽ എന്ത് സാഹസവും ചെയ്തു പോവും, മനസ്സിൽ പറഞ്ഞു. മൊബൈലിൽ സേവ് ചെയ്ത പൂരത്തിൻ്റെ ഫോട്ടോ എടുത്ത് അതിൽ ശിവേട്ടനെ നോക്കി. എന്നാലും എങ്ങനെയാണ് ഞാനിതിനെ ഒന്ന് മെരുക്കിയെടുക്കുക എൻ്റെ കൃഷ്ണ? അപ്പോഴാണ് രേവുവിൻ്റെ ഫോൺ വന്നത്. എനിക്ക് എന്ത് പറ്റി എന്നാണ് അവൾക്കറിയേണ്ടത്. എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം പറയാം, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു വെച്ചു. രാത്രി അച്ഛൻ വന്ന് തലയിൽ കൈവച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് മയക്കത്തിൽ നിന്ന് ഉണർന്നത്. അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം എന്നെ പിടികൂടുന്നതറിഞ്ഞു. കൂർത്ത മുള്ളുകൊണ്ട് ഹൃദയത്തെ ആരോ കുത്തി നോവിക്കുന്നത് പോലെ. അച്ഛനാണ് ഭക്ഷണം വാരിത്തന്നത്. എനിക്കെന്തോ വയ്യായ്ക ഉണ്ടെന്ന് തോന്നിയതിനാലാവും. വിഷ്ണുവേട്ടന് നിശബ്ദനായിരുന്നു. എൻ്റെ ചക്കരയ്ക്ക് എന്തേലും വിഷമമുണ്ടോ? ഞാനില്ലെന്ന് തലയാട്ടി. നാളെ എന്തായാലും മോള് വിഷ്ണുവിനോടൊപ്പം അമ്പലത്തിൽ പോയെന്ന് തൊഴുതു വരൂ. എന്തേലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ മാറട്ടെ. ഞാൻ ശരിയെന്ന് തലകുലുക്കി ഉറങ്ങാൻ പോയി. ചിന്തകളിൽ മുഴുവൻ ഒറ്റയാൻ നിറഞ്ഞു നിന്നു. എപ്പോഴോ ഉറങ്ങി. രാവിലെ അമ്മ വിളിച്ചുണർത്തി ഉന്തിത്തള്ളി അമ്പലത്തിലേക്ക് വിട്ടു. ഞാനും വിഷ്ണുവേട്ടനും അമ്പലവാതിൽക്കൽ എത്തിയപ്പോൾ കണ്ടു ശിവേട്ടൻ തൊഴുതിറങ്ങുന്നത്. വിഷ്ണുവേട്ടൻ പിഴച്ചവൻ എന്ന് പല്ല് ഞെരിച്ച് പറയുന്നുണ്ടായിരുന്നു. ശിവേട്ടൻ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയി. ഞാൻ നോക്കിയത് അതല്ല. വിഷ്ണുവേട്ടന് ദേ ബ്രാൻഡഡ് മുണ്ടും ഷർട്ടും ഷൂ എന്ന് വേണ്ട സകലതും ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, കഞ്ഞി വെച്ച വീട്ടിലുള്ളതാണെന്ന് ശരീരം കണ്ടാൽ പറയില്ല. ചുരുക്കി പറഞ്ഞാൽ രാജയോഗവും പിച്ചലക്ഷണവും. ശിവേട്ടനാണേൽ നിറം മങ്ങിയ ഒരു മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷെ നടന്നു വരുന്നത് കണ്ടാൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരുന്ന ഫീലാ. തുടരും.